സഭയോട് അവഹേളനമാണോ എന്നുള്ളതാണ് ചോദ്യം. സഭയോട് അനാദരവും അവഹേളനവുമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടേയില്ല. ഈ വർഷകാല സമ്മേളനം 16ാമത്തെ ദിവസം എത്തി നിൽക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും സഭയിലെത്തി പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല. പക്ഷേ കൃത്യമായി പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പാർലമെൻറ്റ് കോംപ്ലക്സിൽ വരുന്നുണ്ട്, അവരുടെ ഓഫീസിലെത്തുന്നുണ്ട്, അവരുടെ ദിനചര്യകൾ നടത്തുന്നുണ്ട്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ഇതിനു തൊട്ടു മുമ്പ് വീണ്ടും അസാധാരണ ഒരു സംഭവം ഉണ്ടായി. എപ്പോഴാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കുന്നു. ആ നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയാൻ പ്രധാനമന്ത്രി ഇല്ല. അന്ന് സ്പീക്കർ പറഞ്ഞ ന്യായം എന്താണെന്ന് അറിയുമോ? പ്രതിപക്ഷത്തുള്ള വനിതകൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി എന്നുള്ളതാണ്. 56 ഇഞ്ചിൻ്റെ ധൈര്യവും കോൺഫിഡൻസും എവിടെ പോയി സാർ? ഇപ്പോൾ പ്രതിപക്ഷത്തെ അഭിമുഖീകരിക്കാതെ പാർട്ടികളുടെ സമരത്തിൽ ഭയന്നോടി നിൽക്കുകയാണോ എന്ന ചോദ്യമാണ് പുറത്ത് കേൾക്കുന്നത്. എന്തേ പ്രധാനമന്ത്രിയും അമിത്ഷായും പാർലമെൻറ്റിൽ വരുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ രാജ്യം ആഗ്രഹിക്കുന്നു. ഒന്ന്, അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡൽഹി പോലീസും അമിത്ഷായ്ക്ക് റിപ്പോർട്ട് നൽകേണ്ട റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെയും വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമത്തെക്കുറിച്ച് എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു വാക്കുരിയാടുന്നില്ല? 2, കോടിക്കണക്കിന് രൂപയുടെ സംഭാവന തട്ടിപ്പ് നടന്ന അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകളെക്കുറിച്ച് പ്രധാനമന്ത്രി എന്തേ മിണ്ടുന്നില്ല? ഈ 2 ചോദ്യങ്ങളാണ്. വളരെ കൗതുകകരമായ കാര്യം, ഈ കിരൺ റിജിജുവിൻ്റെ ഒരു ഉപാധിയാണ് ഇത്. കിരൺ റിജിജു മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി പാർലമെൻറ്റിൽ സഭയിൽ അമിത്ഷാ വരും, പക്ഷേ സഭയിലെത്തുമ്പോൾ നിങ്ങൾ ചിരിക്കരുത് എന്ന മട്ടിലാണ്. അതായത് നമ്മൾ സന്ദേശം എന്ന സിനിമയിൽ കാണുന്നത് പോലെ, സന്ദേശം എന്ന സിനിമയിൽ നമ്മുടെ കഥാപാത്രം പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ വരാം, ഭക്ഷണം കഴിക്കാൻ ഞാൻ വരാം, പക്ഷെ അവൻ എന്നെ നോക്കി ചിരിക്കരുത് എന്ന് പറയും. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കിരൺ റിജിജു അമിത്ഷായെ കുറിച്ച് പറയുന്നത്. അമിത്ഷാ സഭയിൽ വരും, നിങ്ങൾ നോക്കി ചിരിക്കരുത് എന്ന മട്ടിലാണ്. നിങ്ങൾ ബഹളമുണ്ടാക്കരുത്, ശബ്ദമുണ്ടാക്കരുത്, പ്രസംഗം തീരുന്നത് വരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം എന്നുള്ളതാണ്. എന്താണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ചോദ്യം? എന്താണ്? രാഹുൽ ഗാന്ധി സാഹിൽ ലോച്ചാബ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ മുന്നിൽ കൊണ്ട് നിർത്തി ചോദിക്കുന്നു, ഇവന്റെ ദേഹത്ത് പെല്ലറ്റ് എങ്ങനെ വന്നു? ബീഹാറിൽ AK-47 ഉപയോഗിക്കുന്ന രീതിയിൽ എങ്ങനെ അതിക്രമം നടന്നു? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ കമാൻഡോകളും ഡൽഹി പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരും പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്തടക്കം ഈ ആണി തറച്ച അവരുടെ ലാത്തികൾ എങ്ങനെ പ്രയോഗിച്ചു? ഇതിനുള്ള മറുപടി നൽകേണ്ടത് ഈ ഡൽഹി പോലീസിനെയും RIFനെയും നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും സാർ. അവർ ചിലപ്പോൾ സഭയിൽ പൊട്ടിത്തെറിക്കും, സഭയിൽ ഒരുപക്ഷെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ പ്രതിപക്ഷത്തെ നേരിടാൻ അശക്തരായി നിൽക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് നമ്മൾ കാണുന്നത്, അമിത്ഷാ. 2ാമത്തെ വിഷയമാണ്, ഈ ലോക്സഭ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിനു പകരം ഇൻസ്റ്റാഗ്രാമിനെ തിരഞ്ഞെടുക്കുക. പാർലമെൻറ്റിലൂടെയല്ല സംസാരിക്കുന്നത്, രാജ്യത്തെ പാർലമെൻറ്റിലൂടെയല്ല പ്രധാനമന്ത്രി. നമുക്കൊരു പാർലമെൻ്റ് ഉണ്ട്, പക്ഷേ പ്രധാനമന്ത്രിക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട്. നമ്മുടെ രാജ്യത്തൊരു ഭരണനിർവഹണ സംവിധാനമുണ്ട്, പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അൽഗോരിതം നിയന്ത്രിക്കുന്ന തിരക്കിലാണ്. ഭരണനിർവഹണത്തിന് പകരം അൽഗോരിതം നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി, പാർലമെൻറ്റിനു പകരം ഇൻസ്റ്റാഗ്രാമിലൂടെ സംസാരിക്കുന്ന പ്രധാനമന്ത്രി, വാർത്താ സമ്മേളനത്തിനു പകരം മൻ കി ബാത്തിലൂടെ രാജ്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന പ്രധാനമന്ത്രി. ഇതാണോ ജനാധിപത്യം? ഇതിലാണോ പാർലമെൻറ്റ് എന്ന സ്ഥാപനം? 16 ദിവസമായി സാർ, 16 ദിവസമായിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഈ 16 ദിവസം കൊണ്ട് സഭയിൽ പാസ്സാക്കിയിരിക്കുന്ന ചില ബില്ലുകളുണ്ട്. വന്ദേ മാതരം ദേശീയ ഗീതം ബില്ല് പാസ്സാക്കിയത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. നിത്യാനന്ദ റോയിയാണ് വന്നത്. അപ്പോൾ ആരാണ് കൊണ്ടുവരേണ്ടത്? അമിത്ഷാ. അമിത്ഷാ വന്നില്ല, പകരം സഹമന്ത്രിയെ വിട്ടുകൊണ്ട് ദേശീയ ഗീതത്തിൻ്റെ വന്ദേ മാതരത്തിൻ്റെ ബില്ല് പാസ്സാക്കി, ടാക്സേഷൻ അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കി, ബർത്ത് ആൻഡ് രജിസ്ട്രേഷൻ ബില്ല് പാസ്സാക്കി, ആൻറ്റി പേപ്പർ ലീക്ക് ബില്ല് പാസ്സാക്കി. പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇല്ലാതെ നിരവധി ബില്ലുകൾ, ഇന്ന് ട്രിബ്യൂണൽ ബില്ലടക്കം നിരവധി ബില്ലുകൾ ഇന്നും പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ശ്രദ്ധേയമായ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ എനിക്ക് ഒട്ടും അത്ഭുതമില്ല. കാരണം പ്രധാനമന്ത്രി ചില കാര്യങ്ങളിൽ പാലിക്കുന്ന മൗനം നമ്മുടെ രാജ്യം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. മണിപ്പൂരിൽ നിന്ന് കത്തുമ്പോൾ, മണിപ്പൂർ ആളിക്കത്തുന്ന സമയത്ത് 80 ദിവസം നമ്മുടെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി മൗനൈ ബാബയായിരുന്നു. മണിപ്പൂരുമായി ബന്ധപ്പെട്ടൊരു വാക്കുരിയാടിയിട്ടില്ല. മണിപ്പൂർ എന്ന സംസ്ഥാനത്തിൻ്റെ പേര് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. 80 ദിവസം. നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ ക്യൂ നിന്ന് വരിയിൽ നിന്ന് വീഴുന്ന സമയത്ത് പച്ചയ്ക്ക് കത്തിച്ചോളാൻ പറഞ്ഞ പ്രധാനമന്ത്രി തുടർന്നൊരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല. തുടർച്ചയായി 3 ആഴ്ചക്കാലം കർഷക സമരം കത്തി നിൽക്കുന്ന വേളയിൽ 15 മാസവും
ഒരക്ഷരം മിണ്ടിയിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രി. കർഷക സമരത്തെക്കുറിച്ച്, കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, കർഷകർ എന്ന വാക്ക്, കിസാൻ എന്ന വാക്ക് ആ അർത്ഥത്തിൽ ഉന്നയിച്ചിട്ടില്ല പ്രധാനമന്ത്രി. 700 കർഷകർ ഒടുവിൽ പലയിടങ്ങളിലായിട്ട് ആത്മഹത്യ ചെയ്യുകയും സമരത്തിന്റെ ഭാഗമായി ജീവൻ വിടുകയും ചെയ്തപ്പോൾ മാത്രമാണ് ആ ബില്ലുകൾ പിൻവലിക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രി എടുത്തത്. ചുരുക്കത്തിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കി ഇൻസ്റ്റാഗ്രാമിൽ റീലിൽ വിശ്വസിച്ച് പ്രധാനമന്ത്രി പറയുകയാണ്, മന്ത്രിമാരെ വിളിച്ചു ചേർത്തിട്ട്, നിങ്ങൾ ഇൻസ്റ്റാ റീലുകൾ ഉണ്ടാക്കി ജൻസികളുടെ ഹൃദയം കവരണം എന്നുള്ളതാണ്. ഇതെന്താ ഇൻസ്റ്റാ ഭരണമാണോ രാജ്യത്ത് നടക്കുന്നത് എന്ന് സംശയമുണ്ടാക്കുന്ന രീതിയിൽ. നോക്കൂ, ഇതൊട്ടും ജനാധിപത്യത്തിന് ഭൂഷണമേ അല്ല എന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. പക്ഷേ അതിനിടയിലും നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ 2 പ്രധാനപ്പെട്ട കുപ്രസിദ്ധമായിട്ടുള്ള ലെജിസ്ലേഷനുകളുടെ ചർച്ചകൾ നടക്കുന്നു. ഒന്ന്, ഡീലിമിറ്റേഷൻ ബില്ല് അടിയിലൂടെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു. അതിൽ സമാജ്വാദി പാർട്ടിയെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും തെറ്റിക്കാനുള്ള വഴികൾ നടക്കുന്നു. കൂടുതൽ പ്രതിപക്ഷത്തു നിന്നുള്ള കക്ഷികൾ തങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ശ്രമം നടത്തുന്നു. എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിലുണ്ടായിരുന്ന MP-മാരിൽ 10 പേരെയും തങ്ങൾക്കൊപ്പമാക്കിയതെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. എങ്ങനെയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെ പിളർത്തിയത് എന്നത് പ്രേക്ഷകർക്കറിയാമല്ലോ. NCPയെ പിളർത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ പ്രതിപക്ഷത്തെ പിളർത്തുന്ന ഒരു തന്ത്രം ഇതിനിടയിലും പയറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പാർലമെന്റിൽ വന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാതിരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നമ്മളുടെ ഭരണഘടനയിലുള്ള പാർലമെന്റിനെ, ലോക്സഭയെ ഒക്കെ തന്നെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ചോദ്യമല്ലേ ചോദിക്കുന്നുള്ളൂ, ഭരണഘടനാ വിരുദ്ധമായ ഹിംസയ്ക്ക് എന്തും മറുപടി പറയാനുണ്ട് സ്റ്റേറ്റിന് എന്നുള്ളതാണ് ചോദ്യം. ഇത് CJPയിലെ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, അവിടെ പ്രതിഷേധിക്കുന്ന മുഴുവൻ യുവത്വവും. അതുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്, രാജ്യത്തെ ചെറുപ്പക്കാർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം, അയോധ്യയിലേക്ക് എത്തിയാൽ അയോധ്യയിൽ എന്താ പ്രശ്നം? 2014 മുതൽ നാളിന്നു വരെ BJP ദേശീയ തലത്തിൽ തിരിച്ചടി നേരിടാതെ പോയത് എന്തുകൊണ്ടാണ്? അയോധ്യയെ മുൻനിർത്തിയുള്ള അവരുടെ നീക്കങ്ങൾ. ആ അയോധ്യയെ മുൻനിർത്തിയായിരുന്നു കേരളത്തിൽ സംഘപരിവാറിന്റെ രാജ്യാഭിഷേകം എന്ന് പറയുന്നത്. ആ രാജ്യാഭിഷേകത്തിൽ ഇന്ന് തട്ടുകളുണ്ടായിരിക്കുന്നു. ആരൊക്കെയാണ് ഈ 63,000-ഓളം വരുന്ന ഏക്കറിൽ പരന്നു കിടക്കുന്ന രാമക്ഷേത്രത്തിന് ചുമതലയേൽപ്പിച്ചത്? പ്രധാനമന്ത്രിയുടെ വിശ്വസ്തരെയാണ്. പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് അയോധ്യയിലെ സംഭാവന തട്ടിപ്പിൽ മറുപടി പറയാത്തത്? മറുപടി പറഞ്ഞാൽ ചോദ്യം വരും, ആരായിരുന്നു ചമ്പത് റായ്, ആരായിരുന്നു നൃപേന്ദ്ര മിശ്ര? ഈ ചോദ്യങ്ങൾ വരും. പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇതിന് ചുമതലക്കാരൻ. നേരത്തെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ ക്ഷേത്രത്തിലെ ട്രസ്റ്റിന്റെ ഒരു ചുമതലക്കാരൻ. മറ്റൊരാൾ ചമ്പത് റായ് ആണ്. ഈ പ്രധാനമന്ത്രിയുമായും BJPയുമായും RSSുമായും കേഡറുമായും അടുത്ത് ബന്ധം പുലർത്തുന്നയാൾ. ഈ മനുഷ്യരിലേക്ക് ഈ അന്വേഷണം എത്തുന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ നടത്താൻ പോയവർ ഒരു ക്ഷേത്രത്തിന്റെ വിശ്വാസത്തിന്റെ പ്രാണൻ പിടയുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ വിശ്വാസികൾ വഞ്ചന നേരിട്ടിരിക്കുന്നു. 2017 ശേഷം ഉത്തർപ്രദേശിൽ BJP തോൽവി എറിഞ്ഞിട്ടില്ല. കാരണം ഈ അയോധ്യയെ മുൻനിർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പുകൾ. ഇനി വരാൻ പോകുന്ന 7 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉയർത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അയോധ്യയിലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആദ്യ കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചു. അവിടെ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല. BJPക്ക് ഇത് തിരിച്ചറിയാം. അതുകൊണ്ട് ഈ സഭാ സമ്മേളന വേളയിൽ അയോധ്യ വിഷയം ചർച്ചയാകരുത് എന്ന് നിർബന്ധമുള്ള നേതാവാണ് പ്രധാനമന്ത്രി. കാരണം അയോധ്യയില്ലെങ്കിൽ BJPയുടെ പൊളിറ്റിക്കൽ പ്രൊജക്ട് ഹാഫ് ഇല്ല. അയോധ്യയെ മുൻനിർത്തിക്കൊണ്ടാണ്, രാമരാജ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് BJP അവരുടെ പട്ടാഭിഷേകം ഈ രാജ്യത്ത് നടത്തിയത്. ആ അയോധ്യ തന്നെ, ആ രാമൻ തന്നെ, രാമനെ വിശ്വസിച്ചവരെ പറ്റിച്ച ഈ ട്രസ്റ്റ് ഭാരവാഹികളെ ഇപ്പോൾ കൈയൊഴിയാനാകാത്ത വിധം നിൽക്കുന്നു. ഇന്ന് സന്യാസിമാരുടെയൊക്കെ പ്രകടനങ്ങൾ നമ്മൾ കാണുന്നു. ആ റാലികളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു, പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി, ജനാധിപത്യത്തെ വെറും പ്രഹസനമാക്കി ഈ ഇൻസ്റ്റാ റീലുകളിലൂടെ നടത്തുന്ന അഭ്യാസ പ്രകടനം എത്ര നാളിനി തുടരുമെന്നുള്ളതാണ്. ഒരു സെഷൻ അവസാനിക്കാൻ പോവുകയാണ്. 16 ദിവസമായി നമ്മുടെ സഭയിൽ പ്രധാനമന്ത്രിയില്ല, നമ്മുടെ സഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയില്ല. ആത്മവിശ്വാസത്തിന്റെ കോട്ടകൊത്തളങ്ങൾ ഇളകിത്തുടങ്ങി എന്നർത്ഥം. Meet the editors.